നമസ്കാരം, ഞാൻ രാഗിണി കൊടുങ്ങല്ലൂർ. കുരുത്തോലക്കിളി എന്ന കവിത കേട്ടിട്ടുള്ള ഒരാൾക്കും ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. ആ ഒരൊറ്റ കവിതയിലൂടെ തന്നെ പ്രശസ്തിയിലെത്തിയ ജിനൻ മാഷയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ഇത്തിരി നേരം മാഷിനോടും കുടുംബത്തോടും ഒപ്പം. ജിനൻ മാഷ് കഥകൾ എഴുതും, ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാഷിൻ്റെ ഒരു പാട്ടായിക്കോട്ടെ. ഒരു പാട്ടല്ലേ? ഞാൻ കുട്ടിക്കാലത്ത് പാട്ട് കേട്ടിട്ടാണ് വളർന്നത്. പിന്നെ കൊടുങ്ങല്ലൂർ, രാഗിണി കൊടുങ്ങല്ലൂർ എന്ന് കേട്ടപ്പോൾ കൊടുങ്ങല്ലൂരിനെ ഓർക്കുകയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു കവി, എൻ്റെ ഇഷ്ടകവി കൊടുങ്ങല്ലൂരുകാരനാണ് പി ഭാസ്കരൻ മാഷ്. പി ഭാസ്കരൻ മാഷ പാട്ടിലാണ് കവിത കൂടുതലുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ നാട്ടുകാരനെ കൊണ്ടല്ല, എങ്കിലും അതിൽ ലാളിത്യമുള്ള പദങ്ങളൊക്കെ വരുന്നത് ഭാസ്കരൻ മാഷാണ്. അതുകൊണ്ട് ആ ഭാസ്കരൻ മാഷ ഒരു പാട്ട് പാടിയിട്ട് തന്നെ തുടങ്ങാം അല്ലേ? ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ടു വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ടു വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. കഴിഞ്ഞോ? തളിരുമരച്ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോൾ, തളിരുമരച്ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോൾ വളകിലുക്കി വഴിയിലെന്നെ വിളിച്ചു നിർത്തിയതെന്താണ്, വിളിച്ചു നിർത്തിയതെന്താണ്. ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ടു വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. മാഷിൻ്റെ പാട്ടുകൾ ഇനിയും കേൾക്കണം. കാരണം മനോഹരമായിട്ടാണ് മാഷ് പാടുന്നത്. മാഷ് നല്ല മനോഹരമായിട്ട് പാടുമെന്നും എനിക്കറിയാം. അപ്പോൾ എന്തായാലും മാഷിൻ്റെ പാട്ടുകൾ ഇനിയും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് കേൾക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് മാഷിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. മാഷ് എങ്ങനെയാണ് ഈ കലാജീവിതത്തിലേക്ക് എത്തിപ്പെട്ടത്? കലാജീവിതത്തിൽ എത്തിപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛനൊരു കലാകാരനായിരുന്നു. എന്ത് കല? ആള് നോവൽ എഴുതും, കഥ എഴുതും, നാടകം എഴുതും, പാട്ടുപാടും എല്ലാം ഉണ്ട്. അപ്പം അച്ഛൻ കഥ എഴുതുമ്പോഴൊക്കെ ഒരു പഴയ ഗ്രാമഫോണിൻ്റെ മേലെ വെച്ചിട്ടാണ് കഥ എഴുതുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ EVG എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. ഇപ്പം മരിച്ചു പോയിട്ട് പറയാം, ഒരുപാട് പുസ്തകങ്ങൾ 30 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കഥ എഴുതുന്ന നോക്കി നിൽക്കും. പുസ്തകങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചു തരും. അച്ഛൻ്റെ റോയൽറ്റിയൊക്കെ പുസ്തകമായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് പറ്റിയ പുസ്തകങ്ങൾ അച്ഛൻ കുട്ടികളുടെ നിലയ്ക്ക് ജി ശങ്കരപ്പിൻ്റെ കവിതാ പുസ്തകങ്ങളൊക്കെ പോലെ PP ഇളം ചുണ്ടുകളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിലെ കവിത വായിച്ചിട്ടാണ് ഞാൻ നല്ലൊരു അത് വായിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ എഴുതാൻ പറ്റുമോ എന്നൊക്കെ, പക്ഷെ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പാട്ട് ഞാൻ ഈ ഗ്രാമഫോൺ എന്ന് പറയുമ്പോൾ കോടാമ്പി ഉള്ളതല്ല, തിരിച്ചിട്ട് ഡിസ്കൊക്കെ ഉണ്ടല്ലോ, അതിൽ പാട്ട് കേൾക്കുമ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ പി ഭാസ്കരൻ മാഷ പാട്ടൊക്കെ അന്ന് കേൾക്കാം. പക്ഷേ ഞാൻ ഹിന്ദി പാട്ടിനെന്ന് വെച്ചാൽ അധികം വയ്ക്കാം. അന്നിപ്പോൾ ജബ് ദിൽ ഹി ടൂട്ട് ഗയാ, ജബ് ദിൽ ഹി ടൂട്ട് ഗയാ, ഹം ജി കേ ക്യാ കരേംഗേ, ഹം जी के क्या करेंगे जब दिल ही टूट गया. സൈഗാൻ്റെ പാട്ടുണ്ട്. അപ്പോൾ സൈഗാൻ്റെ പാട്ട് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ എനിക്കധികം ഇഷ്ടമുണ്ടായില്ല. കാരണം അത് ഒരു ഇഴഞ്ഞ് പോകുന്നൊരു പാട്ടാണെന്ന് തോന്നി. പക്ഷേ പിന്നീട് ഇത് ഏകാന്തയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത ഫീല് നമുക്ക് രാത്രി കേൾക്കുമ്പോഴുണ്ടായിരുന്നു.
അപ്പോൾ ആണ് സൈകൾ എന്നുള്ള ഒരാളെ ഒരു ഗായകനെ തോന്നി. പിന്നെ നമ്മൾ മെഹബൂബൊക്കെ പലരും അങ്ങനെ എൻ്റെ സംഗീതത്തിലാണ് എന്നെ ആകർഷിച്ചത്. വരികൾ ആകർഷിക്കാൻ കാരണം ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ പിന്നെ വയലാറിൻ്റെ ഒക്കെ ഉണ്ട്. ഭാസ്കരൻ മാഷ് നമ്മൾ അങ്ങനെ ഒരു നാടൻ ശൈലിയുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ കേൾക്കും. ഇങ്ങനെ കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഇന്നെ കണ്ടാൽ എന്ത് തോന്നും കിങ്ങിണിപ്പൂവേ കരളിലൊരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുമോ മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിളത്ത് മൈലാഞ്ചി ഉള്ളതായി തോന്നുമോ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു. ആ മൈലാഞ്ചിയുടെ മണവാളൻ കവിളത്ത് തൊടുമ്പോൾ അങ്ങനെ തോന്നുമോ അതിന് ശരിക്കും പ്രണയം നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഭാസ്കരൻ മാഷാണ് ആണ്. നാടൻ അതല്ലേ അല്ലേ? ആ കായല നമ്മുടെ കൊടുങ്ങൂർ കായലൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ യൗവന കാലഘട്ടത്തിൽ കാണുന്ന പെൺകുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. അവൾ കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പം ഒരു നറുക്കിന് ചേർക്കണേ എന്ന് മൊത്തം പ്രണയമാണ്. അപ്പോൾ അതല്ല തമാശ ഉണ്ടായത്. ഈ പാട്ട് നമ്മളിങ്ങനെ കേൾക്കണം. ഞാൻ കൊല്ലത്തൊരിക്കൽ കലാമണ്ഡൽ ഗംഗാധരൻ്റെ വീട്ടിൽ താമസിച്ചു. അതിൻ്റെ മാമൻ നർത്തകനൊക്കെ ആയിരുന്നു. പഠിപ്പിക്കാൻ പോകും, മോളെ പഠിപ്പിക്കാൻ പോകും. അപ്പോൾ ഞാനവിടെ താമസിച്ചു നിന്നപ്പോൾ ഗംഗാധരൻ മാഷ്ട മോളൊരു ചോദിക്കാം, അങ്ങനെ ക്ലാസ് പഠിക്കാൻ കിട്ടുന്നു, നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കയ്യിലും കുത്തി പിടിച്ച് നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്, ഇവിടെ പടി കുത്തി പിടിച്ച. അപ്പോൾ ഈ പാട്ടിൽ ഭാസ്കരൻ മാഷ്ട പാട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ, വെറുതെ ഞാനെന്തിനേരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കും. അപ്പോൾ ഇത് നടക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ കുത്തിടക്കാറില്ല, അത് ജോലിയിലാണ്ടിരിക്കുമ്പോൾ ആശാരി കുട്ടികൾക്കുള്ള പണിയാണ് ഈ കയ്യിൽ കുത്തിടക്കാനുള്ളത്. അങ്ങനെയാണ് ഈ നാടൻ ശൈലിയൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് ഇതൊക്കെയാണ് വളരെ സിമ്പിളാണ് ഭാസ്കരൻ മാഷിൻ്റെ വരികളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇതിലേക്ക് സ്വാധീനിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രചോദനം എന്ന് പറഞ്ഞത് അച്ഛൻ തന്നെയാണ്. അച്ഛനും ഇളയച്ഛനുണ്ട്. അച്ഛൻ ഇങ്ങനെ പുസ്തകം വായിച്ചു, ഇളയച്ഛൻ എനിക്ക് കവിത ചൊല്ലിച്ചു. എൻ്റെ ഇളയച്ഛൻ പ്രൊഫസർ സുകുമാരൻ മരിച്ചുപോയി, എസ് എൻ കോളേജ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഇടേശം തന്നെ വരാൻ പറയും. ആൾ എടുക്കുന്നത് മാമ്പഴം ചൊല്ലും. അപ്പോൾ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴും. അതൊന്ന് ചൊല്ലുമോ മാഷേ? അത് ഞാൻ വേറെ ട്യൂണിൽ, പിന്നെ അത് ഈ കഥാപ്രസംഗ ട്യൂണിലൊക്കെ ആണ് കേട്ടുള്ളത്. മാഷിന് ഇഷ്ടപ്പെട്ട ഒരു ട്യൂണിൽ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർച്ചെണ്ടൊന്നൊടിച്ചാടാതിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാ മീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പോകി. അങ്ങനെ ആ കുട്ടി മരിച്ചൊരു കഥയാണ്. അതിനുശേഷം ആ കഥ കഴിഞ്ഞിട്ടാണ് പിന്നീട് മരിച്ചതിന് ശേഷം ആ മാങ്ങ കായ്ച്ചു.
പഴുത്തു. ആ പഴുത്ത മാങ്ങ വീണിട്ട് അവൻ്റെ അമ്മ അങ്ങനെ അത് എടുത്ത് ചൊല്ലുന്നൊരു ഓർമ്മയാണ്. ആ പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ വരിയുടെ അവസാനം കുറേ കഥ കഴിഞ്ഞിട്ട് ഞാൻ പറയാണ്. ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞ്, നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ, തരസാ നുകർന്നാലും തായതൻ നീ നൈവേദ്യം നീ. ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. അപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. ആ കാറ്റ് ആ മാതാവിൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്നാണ് ആ കാറ്റ് വന്ന്. അങ്ങനെയാണ് കവിത അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും കരയാതെ നിവൃത്തിയില്ല. അപ്പം മാഷ് ആദ്യമായിട്ട് എഴുതിയ കവിത ഏതാണ്? ആദ്യമായിട്ട് എഴുതുന്ന പറയുമ്പോൾ ഞാൻ അതൊരു ഇപ്പോൾ വരികൾ ഓർമ്മ, കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ആഗ്രഹിച്ചല്ലോ, കവിത എഴുതുന്ന ആഗ്രഹിച്ചല്ലോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് നടന്നു പോകുമ്പോൾ ആകാശത്തിലൊരു അമ്പുഴി കണ്ടിങ്ങനെ കണ്ടപ്പോൾ 2 വരി വന്നിട്ട് ഞാൻ പറഞ്ഞങ്ങനെ എഴുതി. എനിക്കത് ഓർമ്മയില്ല. പക്ഷെ അത് തിരുത്തി തിരുത്തിയപ്പോൾ അച്ഛൻ്റെ പോലെ. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ല, എൻ്റെ കവിത അല്ലല്ലോ, വേണ്ടതല്ല ഇതിപ്പോൾ എനിക്ക് പറ്റില്ല മനസ്സിലായി. കാരണം ഇത് ഒന്നുകൂടി ശരിയാക്കണമെങ്കിൽ അച്ഛൻ സഹായമാണ്. അപ്പോൾ ഞാൻ അച്ഛൻ സഹായമില്ലാണ്ട് സ്വയം ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. കാരണം എന്നാലേ നമ്മൾ നിലനിൽക്കുള്ളൂ, വേറെ ആളെ ഇതിൽ പറ്റില്ല. അച്ഛൻ്റെ ഇരുന്നാലല്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ MES ജേണൽ എന്ന് പറഞ്ഞിട്ടൊരു ജേണൽ, അഖില ജേണൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു കവിത എൻ്റെ സുഹൃത്ത് ആവശ്യപ്പെട്ടു. ഞാൻ കവിത എഴുതിയിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് വൈകിട്ട് കുട്ടിക്കാലം കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ അങ്ങനെ പോയി, അങ്ങനെ സ്കൂളിൽ പഠിക്കാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് കോളേജിൽ പോയി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പോഴും ഈ ഭാസ്കരൻ മാഷ പ്രണയമാണല്ലോ വരുന്നത്. അപ്പം ഞാൻ പ്രണയകഥ ഒരിക്കലും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ എഴുതാൻ എനിക്ക് ഇഷ്ടമല്ല. ചങ്ങമ്പുഴയൊക്കെ വായിച്ചാൽ തന്നെ ആ ചങ്ങാമ്പുഴ രീതിയിൽ എഴുതാൻ എനിക്ക് ഇഷ്ടം. അത് ചങ്ങമ്പുഴ രീതിയാണല്ലോ. അപ്പോൾ നമ്മൾ വേറെ രീതിയിൽ പോയാലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പം ഞാൻ എവിടെയാണു നീ ശാമിനി, പത്മീകം ഉടഞ്ഞു ഞാൻ പുറത്ത് വന്നൊരീ വേളയിൽ, കല്ലുരുട്ടി കയറ്റിയ ഭ്രാന്തൻ്റെ അട്ടഹാസത്തിൽ അഹം തീർന്ന വേദാന്തം ഉച്ചരിച്ചു നടക്കവേയുന്നു നീ എവിടെയാണെൻ്റെ ശാമിനി. കണ്ടിയിലെ ക്രൗഞ്ചമിഥുനത്തെ കൂരമ്പ് കൊണ്ട മരാളിയെ ഒന്നിന് അത്ഭുതം, ഞാൻ ഈ ചിതൽപ്പുറ്റിൻ പുറത്തേക്ക് വന്നൊരു ഈ പുഴുതൊരു വേടനായി വീണ്ടും നിഷാദനായി എന്ന് വരിയും കൂടെ എഴുതി. അത് ഒറ്റ വരിക്ക് എഴുതി അത് കൊടുത്തു, അത് അച്ചടിച്ചു വന്നു. അപ്പോൾ ഈ എന്താ കാരണം, അത് സ്വാധീനം ശങ്കരക്കുറുപ്പാണ് അതിലത്. അതിൽ കൂരമ്പ് കൊണ്ട മരാളി തൻ നേർക്കാർന്ന കൂറെങ്കിലും തൻ്റെ നേർക്ക് തോന്നേണ്ടയോ എന്നൊരു വരി ബുദ്ധനോട് ചോദിക്കുന്നുണ്ട്, ഭാര്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും മാനിഷാദരെ കൂടിച്ചേർത്തിട്ട് ഞാൻ എൻ്റെ കാമുവിനെ വിളിച്ചാണ്, എവിടെ പോയിന്ന് വിളിച്ചാണ്, അല്ല മനസ്സിലായി. അപ്പോൾ ആ പ്രായത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. കാരണം നമ്മളത് തീരെ ഒരു പ്രണയഗാനാവരുത്, എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ ഉണ്ടാവണം എന്നുള്ള നിലയ്ക്കുള്ള. അങ്ങനെ ആദ്യമായിട്ടൊരു അച്ചടിച്ച് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായില്ല, അച്ഛനെ കാണിച്ചില്ല, അത് ഞാൻ രഹസ്യമായിട്ട് കൊടുത്താണ്. അപ്പോൾ തിരുത്തിയാൽ നമ്മൾ എൻ്റെതല്ലാണ്ടാവുമല്ലോ. അപ്പോൾ അത് അച്ചടിച്ച് അച്ഛൻ കണ്ടു. അപ്പോൾ അച്ഛനോട് അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞ്, ജിനൻ നല്ല കവിത എഴുതുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല കേട്ടാ എന്നറിയാം, അത് അവനെ എഴുതുന്നു എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അതിനാദ്യമായിട്ട് MES ജേണലിൽ വന്ന കവിത. പിന്നെ അതൊന്ന് മാറ്റി ഞാൻ മലയാളനാട്ടിലേക്ക് അയച്ചു കൊടുത്തു. മലയാളനാട് വന്ന് വാരികയുണ്ട്, അതിലേക്ക് അയച്ചു കൊടുത്തു. അത് അച്ചടിച്ച് വന്നു. അതാണ് ആദ്യത്തെ മാഷിൻ്റെ രചന എന്ന് പറയുന്നത് അച്ചടിച്ച് വന്നത്. പിന്നെ ഇതിൽ മാതൃഭൂമി ബാലപംക്തിയിൽ ഒക്കെ പിന്നെ എഴുതിയത് പിന്നീട് വന്നത്. അങ്ങനെയാണ് ബാലപംക്തിയിൽ വന്നിട്ട് കുഞ്ഞുണ്ണി മാഷാണ് സമയത്ത് വന്നത്. മാഷിൻ്റെ പ്രസിദ്ധീകരിച്ച കവിതകളിൽ മാഷിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? എല്ലാ കവിതയും ഇഷ്ടമായിരിക്കും,
എല്ലാ കവിതയും മിക്കവാറും എല്ലാ കവിതയും ഇഷ്ടമാണ്, ഒരു തലത്തിക്ക് വേറെ തലത്തിൽ. പക്ഷേ ആൾക്കാർ, മറ്റുള്ള വായനക്കാരല്ലെങ്കിൽ കേൾക്കുന്നവരൊക്കെ ഞാൻ വിചാരിക്കാത്ത വേറെ കവിതകളെ ഇഷ്ടപ്പെടാം. അങ്ങനെ വരുമ്പോൾ ഞാൻ അതിനോട് ഇഷ്ടപ്പെടുന്നു എന്ന കാരണം അതുകൊണ്ട് വെച്ചാൽ അത് ഇപ്പം എൻ്റെ ഒരു കുരുത്തോലക്കിളി എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, പുസ്തകത്തിന് അവാർഡ് കിട്ടിയില്ലേ. ആ കവിതയ്ക്കല്ല, ആ കവിതയുള്ള പുസ്തകത്തിന് അവാർഡ് കിട്ടി, കുരുത്തോലക്കിളി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കിട്ടി. അപ്പോൾ ഞാൻ അവാർഡ് വാങ്ങിച്ചാൽ ഇവിടെ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിലാണ്, സുധകുമാരി ടീച്ചർക്ക് അവാർഡൊക്കെ ഉണ്ട്. അപ്പം മറുപടി പ്രസംഗത്തിൽ ഞാൻ ഈ കവിത ചൊല്ലി, എൻ്റെ ഒരു ട്യൂണുണ്ട്, ഞാൻ എനിക്ക് ട്യൂൺ ചെയ്ത് ഞാൻ തന്നെ ട്യൂൺ ഉണ്ടാക്കിയാണ്. അത് ചൊല്ലിയപ്പോൾ എല്ലാവരും സൈലൻ്റായി അവിടെ. ഈ കവിത കേട്ടപ്പോൾ സൈലൻ്റായി. അതിൻ്റെ രീതിയാണെന്ന് അറിയില്ല. അത് ചൊല്ലി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ സുഗതമ്മ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിനാൻ ഇത് ബാലസാഹിത്യമല്ല, ഇത് നല്ലൊരു വേറെ നല്ല എന്നെ ഇരിക്കാമെന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ കവിത ഞാൻ ചൊല്ലണമെങ്കിൽ ഇപ്പോൾ കുരുത്തോല കൊണ്ടു ഞാനൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി, അതിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു, അതിനൊന്നു മിടിക്കുവാൻ ഇടം കൊടുത്തു. അകലെ അങ്ങാകാശം നിറഞ്ഞു കാണാൻ, അകക്കണ്ണിൻ നിലാപക്ഷം കടം കൊടുത്തു. ഇളം ചുണ്ടുകൾക്ക് സ്വയം മറന്നു പാടാൻ, മുളം തണ്ടിൻ മധുപൂറും സ്വരം കൊടുത്തു. ഒടുവിലൻ മനസ്സൊന്നു കൊടുത്ത നേരം, പൊടുന്നനെ അതിൻ ചിറകനങ്ങിപ്പോയി. അറിയാതെ അതു പൊങ്ങി പറന്നു പോയി, അനന്തമാം വിഹായസിൽ അലിഞ്ഞുപോയി. കുരുത്തോലക്കിളി പിന്നെ തിരിച്ചു വന്നെൻ ഹൃദയത്തിൽ കൂടുകൂട്ടി ഒളിച്ചിരുന്നു. ഇന്നതാണെൻ മനസ്സിൻ്റെ തളിർച്ചില്ലയിൽ ഇരുന്നേതോ മൃദുരാഗം ശ്രുതി മീട്ടുന്നു. ഇന്നതാണെൻ മനസ്സിൻ്റെ തളിർച്ചില്ലയിൽ ഇരുന്നേതോ മൃദുരാഗം ശ്രുതി മീട്ടുന്നു. ആ കിളിയാണ് ഇന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട്ടിലൊരു പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാരംഗി ജോഷി എന്നൊരു പെൺകുട്ടിയുടെ ഉണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് പോയി. അങ്ങനെ അവളുടെ മനോഹര ശബ്ദത്തിലാണ്, മനോഹര ശബ്ദമാണ് അവളുടെ. ആ ശബ്ദത്തിലാണ് ആൾക്കാർ ഇഷ്ടപ്പെടുകയും അത് എങ്ങനെ അങ്ങനെ എല്ലാം അത് എവിടെയൊന്ന് ലീക്കായി അത് യൂട്യൂബിലെത്തിയത്. ആരോ യൂട്യൂബിലിട്ടിട്ട് അത് എൻ്റെ പേരൊന്നുമില്ല, സാറിൻ്റെ പേരൊന്നുമില്ല, എന്നിട്ട് പിന്നെ അത് പലരും പല സ്വന്തമാക്കിയത്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് റിംഗ് ടോണായിട്ട് വന്നപ്പോഴാണ് ഞാനത് അറിയണത്. അങ്ങനെ അത് എനിക്ക് പിന്നെ അത് എന്നെ തിരുത്താനൊക്കെ പറ്റില്ല. യൂട്യൂബറുടെ അടുത്ത് ഞാൻ പറയണ്ടായത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതിപ്പോൾ കേരളം മുഴുവനും പാടിയെടുക്കാൻ എൻ്റെ മനസ്സിലായിട്ട് ആൾക്കാർക്ക് അറിയപ്പോൾ ഇപ്പോൾ ഒരു ആൾക്കാർക്കല്ല, ചിലർക്ക് അറിയില്ല, ചിലർ റിസർച്ച് നടത്തിയിട്ടൊക്കെ എന്നെ വിളിക്കും. പിന്നെ മാഷിപ്പ് ഈ അടുത്ത് വേറൊരു കവിത ചൊല്ലിയില്ലേ, അവകാശികൾ എന്ന് പറഞ്ഞിട്ട്. അവകാശികൾ എൻ്റെ 3ാം ക്ലാസ്സിലൊരു പാഠപുസ്തകമായിട്ട് വന്നതാണ്. ഇപ്പം അത് പാഠപുസ്തകം മാറി എങ്കിലും ആ കവിത ഇന്നിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് അത് എടുത്തു. അവിടെ ഓൺലൈൻ ക്ലാസ് എടുക്കണ്ടല്ലോ, അതിൽ ഇന്നലെ മിനിയാന്ന് അത് എൻ്റെ കവിത പഠിപ്പിച്ചു. ആ കവിത ചൊല്ലാം. അത് അവകാശികൾ എന്ന് പറയുന്ന ഒരു കവിതയാണ്. മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം,
കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പം ന്യായം പറയുവാൻ കാക്ക വന്നു. ആ ചില്ല ഈ ചില്ല മാറിച്ചിലച്ചുകൊണ്ടണ്ണാറ കണ്ണനും നോട്ടമിട്ടു. ഒന്നെടുത്തോട്ടെ എന്നോടിക്കിതച്ചുകൊണ്ടൊത്തിരി പൂത്താൻ കിളികൾ വന്നു. കുത്തിത്തുളച്ചു കുടിക്കാൻ തരം നോക്കി ഇത്തിരി കുഞ്ഞൻ ഉറുമ്പ് വന്നു. ഉള്ളു ചീഞ്ഞെന്നു പറഞ്ഞിഴഞ്ഞുള്ളിലേക്കൊന്നു കടക്കാൻ പുഴുക്കൾ വന്നു. കണ്ണു ചിമ്മുന്നതിന് മുമ്പേ അന്നെത്രയോ കണ്ണിൽപ്പെടാത്തോരും വന്നിരിക്കാം. ആർക്കാണിതിന് അവകാശമെന്നു ഞാൻ തീർച്ചയാക്കാതെ പരുങ്ങി നിന്നു. ഇന്നും ആ സംശയം തീർന്നില്ല എങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി. ഇന്നും ആ സംശയം തീർന്നില്ല എങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി. ഇതാണ് ആ കവിത. ഇതൊക്കെ വൈറലായില്ലെങ്കിലേ ഉള്ളൂ. അത് അല്ല, ആ കവിത മാസം വന്നപ്പോൾ കുട്ടികൾ വായിച്ചു, അധ്യാപകർ വായിച്ചു, രസിച്ചു. ഇതൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ സന്തോഷമുണ്ടല്ലോ. പക്ഷേ ഇത് പിന്നെ വൈറലാവാൻ കാരണം ഇത് ബാബു മണ്ടൂർ എന്ന് പറഞ്ഞൊരു കവി, അല്ലൊരു കവിയല്ല, അദ്ദേഹം ഈ കവിതകളൊക്കെ ചൊല്ലി ഫലിപ്പിക്കുന്ന നല്ലൊരു ഗായകൻ കൂടിയാണ്. അദ്ദേഹം കണ്ണൂർക്കാരാണ്. ഞാൻ അറിയില്ല, പരിചയമുള്ള ആളല്ല. അദ്ദേഹം ഇപ്പോൾ പരിചയപ്പെട്ടു. അയാൾ നല്ല ഭംഗി, അത് വേറൊരു ഈണത്തിൽ അത് ചൊല്ലിയിട്ടു. യൂട്യൂബിലൊക്കെ വലിയ ആൾക്കാരിങ്ങനെ വാക്കുകൾ കേട്ടു. അപ്പോൾ അത് വേറൊരു അതാ ഏതാണ്ട് രീതിയിലാണ് ഇപ്പോൾ ഒരു ചൊല്ലിയത്, ഈ പിക്ചേഴ്സ് ചാനലിൽ ചൊല്ലിയത്. മാഷിനിപ്പോൾ പഴയ ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളോടാണല്ലോ കൂടുതൽ താല്പര്യം. അപ്പോൾ മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? സിനിമാ ഗാനം. ഭാസ്കരൻ മാഷാണോ? ആരതായാലും മാഷിന് ഏറ്റവും ഇപ്പം മൂളിക്കൊണ്ട് നടക്കണം എന്ന് തോന്നുന്ന ഒരു പാട്ട് ഏറ്റവും ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ, പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം. മാഷിന്റെ ഏതെങ്കിലും കവിതകൾ വല്ല ആൽബങ്ങളാക്കിയ സിനിമയിലാക്കിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ പറയാം, അതിന് മുമ്പ് ഞാൻ കവിത കുറച്ചൊക്കെ എഴുതി തുടങ്ങിയ സമയത്ത്, പഠിക്കുന്ന കാലത്ത് ഒരു കവിത എഴുതി, അത് ആകാശവാണിയിലേക്ക് അയച്ചു കൊടുത്തു. തൃശ്ശൂർ നിലയത്തേക്ക് അയച്ചു കൊടുത്തു. പഠിക്കുന്നു. അപ്പോൾ അവർ അത് എടുത്ത് ഞാൻ അവരെന്നെ നിലയത്തിലുള്ള ആൾക്കാർ തന്നെ ആ കവിത ചൊല്ലി. അന്ന് എസ് രമേശ് നാരായിരുന്നു ഇവിടെ തൃശ്ശൂർ ആകാശവാണിയുടെ ചാർജർ. അതെനിക്ക് ആദ്യമായിട്ട് ആകാശവാണി കൂടെ എൻ്റെ കവിത ഇങ്ങനെ ചൊല്ലി കേൾക്കും. ഞാനല്ലെങ്കിലും ചൊല്ലി കേൾക്കുമ്പോൾ ആഹ്ലാദമല്ല. അപ്പോൾ ഞാനത് കുറേ നാളത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അന്നത്തെ ഇങ്ങനെ കേട്ടു എന്നല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ആകാശവാണിയായിട്ട് ഞാനൊരു കവിത അയച്ചു കൊടുത്തു. ഈ ഓർമ്മ വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടി വലുതായപ്പോൾ കവിത കുറച്ച് വലിയ എൻ്റെ ഈ കവിത ഞാൻ കല്യാണാന്വേഷണം അയച്ചു കൊടുത്തു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ, ഈ ഞാൻ സ്റ്റാമ്പ് ഇട്ടിട്ടില്ല, ഫ്രം വെച്ചില്ല. ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ കുറേ നാളായിട്ട് വിവരമില്ല. ഞാൻ വിചാരിച്ചത് എടുക്കുമെന്ന് അറിയണ്ടേ, ഒന്നും മടങ്ങി വരണമില്ല. പക്ഷേ ഇത് സ്റ്റാമ്പ് ഇട്ടിക്കാത്തതുകൊണ്ട് ഈ ആകാശവാണിക്കാർ അത് എടുത്തില്ല, അവർ റിട്ടേൺ ആക്കി. ഡെഡ് ലെറ്റർ ഓഫീസുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. എനിക്കൊരു അവരുടെ കവർ ഒരു കവറും കിട്ടി. അതിൽ ഞാൻ അയച്ച കവിത അങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രത്യേക രസകരമായ അനുഭവം എന്ന് വെച്ചാൽ, ആ കവിത വായിച്ചിട്ട് അവിടുത്തെ ക്ലർക്ക് ആ കവിത വായിച്ച് ആസ്വദിച്ചിട്ട് അതിനൊരു ആസ്വാദനക്കുറിപ്പ് അടക്കണം എനിക്ക് അവിടെ കിട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്ലർക്ക്, ഒരു ഗുമസ്തൻ, സാധാരണ നമ്മൾ ഗുമസ്ത പണിയെന്ന് വെച്ചാൽ ഇതൊന്നും നോക്കില്ല, അവർ മടക്കി ഇങ്ങനെ അടുത്ത് ആക്കി. ഇത് ഇങ്ങനെ സഹൃദയൻ അവിടെ ഉണ്ട്. അതിനെനിക്ക് ആദ്യം കിട്ടിയ അവാർഡ്. അപ്പോൾ ആ ആവേശത്തിൽ ഞാൻ വെച്ചാൽ ആ കവിത വീണ്ടും ഞാൻ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ട് എന്നോട് അയച്ചു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായിട്ടിരിക്കും. അതവരെടുത്തു. അവരെന്നെ അത് ചൊല്ലാൻ വിളിച്ചു. ഞാനത് ചൊല്ലി. എനിക്ക് കാശൊക്കെ തന്നു. അതേത് കവിതയായിരുന്നു?
അത് നിഴൽപ്പൂവാണ്, ഞാൻ പറഞ്ഞ നേരത്തെ നിഴൽപ്പൂവ് അതെൻ്റെ ജീവിതം തന്നെയാണല്ലോ. അത് ഞാൻ ചൊല്ലി അതിൻ്റെ ഒരു ഇതിൽ ചെയ്ത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലളിതഗാനം തരട്ടെ, അതെനിക്ക് ലളിതഗാന സംഗീത പാഠമൊക്കെ ഞാൻ പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ അവരത് ഒരു മേടിച്ച് കൊണ്ടുപോയി. പക്ഷെ അത് അടുത്ത വിഷുവിൻ്റെ വിഷു പ്രോഗ്രാമായിട്ട് വലിയൊരു മെഗാ പ്രോഗ്രാം നടത്തിയപ്പോൾ ഈ എൻ്റെ കവിത ട്യൂൺ ചെയ്തിട്ട് സുജാത എന്ന് പറഞ്ഞൊരു ഗായികയുണ്ട്. ഇപ്പോഴത്തെ സുജാതയല്ല, വേറെ സുജാത. ആ സുജാത പാടണമെന്നുള്ള അറിഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ ആ ലൈവായിട്ടത് കൗസ്തവം തൃശ്ശൂർ കളിക്കുമ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ എനിക്ക് സന്തോഷം. അത് നല്ലൊരു ഇതിലാണ് ഓർക്കസ്ട്രേഷൻ. അപ്പോൾ ഇതെങ്ങനെ പാടുന്നു എനിക്കറിയില്ല. ആദ്യമായിട്ട് എൻ്റെ ഒരു കവിത ഇങ്ങനെ ട്യൂൺ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഞാനത് വളരെ അപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ പാട്ടായിരുന്നു. കാരണം അവർ പറഞ്ഞത് ഏറ്റവും നന്നായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എം ഡി രാജേന്ദ്രനൊക്കെ ഉള്ള ആളാണ്. അവരുടെ അപ്പുറത്ത് എൻ്റെ കവിത വന്നപ്പോൾ എനിക്ക് ഒരു അഹങ്കാരമൊക്കെ വന്നു. കാരണം അത്ര പ്രശസ്തരായിട്ടുള്ള അഹങ്കാരമില്ലാത്തൊരു മാഷ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഈ സുജാതക്ക് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ പാടാൻ വരുമ്പോൾ മൈക്കൊക്കെ തൊട്ട് ഇങ്ങനെ എടുക്കുമല്ലോ, ഇങ്ങനെ ഇതെടുക്കുമല്ലോ. അപ്പം എനിക്ക് തുടങ്ങി ഭയങ്കര എന്തായിരിക്കും എൻ്റെ ആകാംക്ഷ. അപ്പം എനിക്ക് വളരെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ സുജാത പാടുന്നത്. അത് ഇങ്ങനെയാണ്: ഷൺമുഖ പ്രിയരാഗം നിലവിലെൻ ലയലീനം നിറവാണു നീ സിദ്ധിവിനായകം ഷൺമുഖ പ്രിയരാഗം. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ പോക്ക്. നല്ല വരികളായിരുന്നു. ആ വരികൾ ഇപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അത് ആദ്യം എടുത്തെന്ന് തോന്നുന്നു. ഇവിടെ അതൊക്കെ വളരെ മനോഹരമായിട്ട് ട്യൂണായിട്ട് അത് എടുത്തു. അത് പിന്നീട് ലളിതഗാന സംഗീതം പഠിപ്പിക്കുന്നുണ്ടല്ലോ, സംഗീത പാഠമായിട്ട് എടുക്കുകയും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ അതെടുത്തപ്പോൾ അവർ എന്നോട് ഒരു മാർക്ക് ചെയ്തു. അങ്ങനെയാണ് എന്നെ അംഗീകരിച്ചത്. അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് 3 മാസം കൂടുമ്പോൾ അവിടെ പ്രോഗ്രാം എനിക്ക് തരും. പിന്നെ എൻ്റെ മോനൊക്കെ അവിടെ ഓഡീഷൻ ടെസ്റ്റ് ചെയ്തിട്ട് കവിതയൊക്കെ എല്ലാം പോയി. എൻ്റെ മോൻ രണ്ടാമത്തെ മോനവിടെ റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു. അവൻ യൂത്ത് ഫെസ്റ്റിനൊക്കെ കലാപ്രതിഭയായിരുന്നു, കിരൺ. അവൻ നന്നായിട്ട് റിസൈറ്റ് ചെയ്യും. എല്ലാ കൊല്ലം 7 കൊല്ലം തുടർച്ചയായിട്ട് അവൻ ഫസ്റ്റ് ഉപജില്ല ഫസ്റ്റ്. കൊടുങ്ങല്ലൂർ ഉപജില്ലയും വലപ്പാട് ഉപജില്ലയൊക്കെ ആയിട്ട്. അപ്പോൾ അവന് ടെസ്റ്റ് പാസ്സായിട്ട് അവൻ്റെ റേഡിയോ ആകാശവാണിയിൽ ഇങ്ങനെ ചൊല്ലാറൊക്കെ ഉണ്ട്. അവരും അന്വേഷിക്കുകയും മോനില്ലെന്ന് ചോദിക്കാനോട്. അപ്പം മാഷ് ശരിക്ക് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അധ്യാപകനായിരുന്നില്ലേ? അതാ, ഞാൻ ബാങ്കിൽ കിട്ടുന്നതിന് മുമ്പ് ഞാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിക്ക് ഹൈസ്കൂളിലും പ്രൈമറി സ്കൂളിലൊക്കെ അധ്യാപകമായിരുന്നു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കുട്ടികളായിട്ട് കൂടെ അറ്റാച്ച്മെൻറ്റ് വരാൻ കാരണം. അപ്പോൾ അവരുടെ മനസ്സിങ്ങനെ കുട്ടിത്തം പറഞ്ഞതാണ് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾക്ക് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെ ബെഞ്ചും ഇരിക്കുക, ഞാൻ ഒരു കുട്ടിയായിട്ട് മാറുക. അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുക, അടിക്കാൻ ചൂരം കൊണ്ടുപോയില്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അവർക്ക് അവൻ്റെ ഇഷ്ടമാണ് ചില കഥ പറഞ്ഞു കൊടുക്കും, ഞാൻ കവിത പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ അടുത്ത് വലപ്പാട് അടുത്ത് തൃപ്പേറിനെ ഞാൻ ആദ്യം പഠിച്ചത്. കുഞ്ഞുണ്ണി മാഷ അടുത്ത് എൻ്റെ സുഹൃത്ത് പോലെ എന്നെ പ്രോത്സാഹിച്ചൊരു കവിയാണ്. അത് ഇവിടെ എന്നെ ബാലപംക്തിയിലൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ കുഞ്ഞുണ്ണി കാട്ടൊക്കെ ഇവിടെ കോപ്പി എഴുതുമ്പോൾ കുഞ്ഞുണ്ണി മാഷ കവിതകളൊക്കെ ഞാൻ കോപ്പി എഴുതിക്കാം. അല്ല മാഷ, അപ്പം ഇതുപോലെ തന്നെ ഈ മാഷിൻ്റെ ഈ പാട്ടുകൾ എവിടെയെങ്കിലും കവിതകൾ സിനിമയിലോ മറ്റെന്തെങ്കിലും മേഖലയിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ? സിനിമ കുറേ ആൽബം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരുപാട് കവിതകൾ സംഗീതം കൊടുത്തിട്ട് CD ആക്കിയിട്ട് ശാസ്ത്ര പരിഷത്ത് ഇറക്കിയിട്ടുണ്ട്. മഴത്തുള്ളികൾ എന്ന് പറയുന്നൊരു ഇതിൽ എൻ്റെ ഒരുപാട് കവിതകൾ അതിലുണ്ട്. അതിൽ മലയാളത്തെക്കുറിച്ച് ഒരു കവിത ഒരു ഹിറ്റായി, യൂത്ത് ഫെസ്റ്റിലൊക്കെ പാടി സ്കൂളിലൊക്കെ അത് ചൊല്ലുന്നുണ്ട്. മുളം തണ്ടിൻ മനസ്സിലൂടെ മൂളി വരും തെന്നൽ പോലെ പണ്ടു നമ്മളറിയാതെ ചുണ്ടനക്കിയ മലയാളം എന്ന് തുടങ്ങും. അപ്പോൾ അതിൽ നിന്ന് നാവിൽ വന്ന് നനഞ്ഞലിഞ്ഞ് നാടറിഞ്ഞ മലയാളം, ഈ മലയാളം നമ്മുടെ ജീവലയ താളം, ഈ മലയാളം നമ്മുടെ സ്നേഹഭൂപാളം എന്നൊക്കെ കവിത.
അത് നന്നായിട്ട് ഒരു കോറസായിട്ട് അത് അവതരിപ്പിച്ചപ്പോൾ കുട്ടികൾക്ക് ഒരു എന്താണ് കോറസായിട്ടൊക്കെ സ്കൂളിൽ ചൊല്ലുന്നുണ്ട്, കുറ്റൂസനൊക്കെ പാടിയിട്ടുണ്ട്. എടപ്പാൾ വിഷ്ണു അതിൽ നയിച്ചത് അന്ന് എന്തായാലും. സിനിമയിൽ ഇത് ഈ കുരുത്തറക്കൂടി അന്വേഷിച്ച് വരും, സിനിമയിലേക്ക് എടുക്കണമെന്ന് ചോദിക്കും. അങ്ങനെ കുഴപ്പമില്ല പറഞ്ഞിട്ട് അവർ പിന്നെ അത് സിനിമ പിടിക്കാൻ ചെറുപ്പക്കാരുടെ ആവേശമാണ് അത്. അപ്പോൾ ഒരെണ്ണം ഒരു കവിത ഇതേപോലെ എൻ്റെ കവിത കണ്ടെത്തിയിട്ട് അവർ ചോദിച്ചു, അനുഭവം ചോദിച്ചു. അത് കവിത കൂട്ടു വന്നതല്ല, അവർ കണ്ണൂർ ഭാഗത്തുള്ളൊരു കുറച്ച് പേര് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ സാർ മാഷ്ടെ ഒരു കവിത ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, സിനിമയിലേക്ക് എടുക്കട്ടെ, അനുവാദം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ അത് കുറേ നാളതിൻ്റെ ഒരു വിവരമുണ്ടായില്ല. പിന്നെ അടുത്ത കാലത്ത് എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നത്, എല്ലാം റെക്കോർഡിങ് കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇനി സിനിമ വന്നാലും എനിക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് ആ സിനിമ ഇറങ്ങട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മാഷിന്റെ അത്ര നല്ല പാട്ടുകളാണ്, അത്ര ഇഷ്ടമാണ് പാട്ടുകൾ. മാഷ് ഇപ്പൊ പാടി കേട്ടില്ലേ? അപ്പൊ ഇനി മാഷിന്റെ ഒരു സിനിമ പാട്ടായിക്കോട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു, കണ്ണൻ്റെ മന്മഥ ലീലാവിനോദങ്ങൾ സുന്ദരി വനറാണി അനുകരിച്ചു, സുന്ദരി വനറാണി അനുകരിച്ചു. അങ്ങനെ വേറെ പാട്ടിന് പാടല പാടേ. കദളി വാഴ കയ്യിലിരുന്നു കാക്കയൊന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാര 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 വന്നാട്ടെ, വിരുന്നുകാര 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 വന്നാട്ടെ. അപ്പോൾ അതാണ്. അപ്പോൾ ഏതായാലും ഭാസ്കരൻ മാഷ കവിത പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായി. അതുകൊണ്ട്